റോയൽ ഹോംസ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി പിടിച്ചിട്ടാണ്. എന്തായാലും തെളിയിക്കണം. ഞങ്ങൾ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണും. പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണും. ബന്ധമുണ്ടോ? പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണും. ഒരു ബന്ധമില്ല. ഞാൻ പഠിച്ചതാണ്. എന്താ അഡ്വക്കേറ്റ് സാജനാണ് ഈ വക്കാലത്ത് എങ്കിലും ഇന്ന് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് കോൺഗ്രസ് നേതാവായ അഭിഭാഷകൻ തന്നെയാണ്. കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമ്മാടമാണ് ഹാജരായത്. അദ്ദേഹം താൻ ഹാജരായില്ല എന്നൊരു വിശദീകരണം പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോടതിയിൽ ഹാജരായത് ഈ അഡ്വക്കേറ്റ് തന്നെയാണ്, അഭിഭാഷകൻ, കോൺഗ്രസ് നേതാവായ അഭിഭാഷകൻ തന്നെയാണ് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമ്മാടമാണ്. നേരത്തെ വക്കാലത്ത് ഏറ്റെടുത്ത അഭിഭാഷകൻ വരാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അഭിഭാഷകരുടെ കാര്യങ്ങൾ അവിടെ നൽകാറുണ്ട്. അത്തരം സാങ്കേതിക കാര്യങ്ങൾ മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നൊരു വിശദീകരണമാണ് പുറത്തു വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് അവർ സൂചിപ്പിച്ചത്. ഈ MDMA കേസിൽ റിമാൻഡിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അല്പസമയം മുമ്പ് ആണ് ഈ 3 പേരെയും കോടതിയിൽ നിന്ന് പോലീസ് വാനിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ പറഞ്ഞ തങ്ങളെ പെടുത്തിയതാണ്, ഈ കേസിൽ തങ്ങളെ വിളിച്ചു വരുത്തി പെടുത്തിയതാണ് എന്നതാണ് അവർ പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും തങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയും എന്ന കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നു. തങ്ങളെ കുടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, നീക്കം ഇതിന്റെ ഭാഗമായി നടന്നു എന്ന് കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പോലീസ് വാനിലേക്ക് കയറ്റുന്നതിനിടയിൽ ഈ പ്രതികൾ സൂചിപ്പിക്കുകയുണ്ടായി. പെരുമ്പാവൂർ സ്വദേശികളായ KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുസലാം, PA അബ്ബാസ്, സൈനുൽ ആബിദീൻ എന്നിവരാണ് പോലീസിൽ കസ്റ്റഡിയിൽ വിട്ടത്. ഈ പ്രതികളെ തങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണം, പ്രധാനമായും ചോദ്യം ചെയ്യണം. ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, എത്ര ഗ്രാമാണ് കൊണ്ടുവന്നത്, ആർക്കൊക്കെയാണ് കൈമാറുക, എത്ര വർഷത്തെ ഈ ഇടപാടുണ്ട്, സാമ്പത്തികമായ സംവിധാനങ്ങൾ എത്രത്തോളമുണ്ട്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ സഹായികളായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. പ്രധാനമായും ഇന്ന് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മറ്റു നടപടിയിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 2 ദിവസത്തേക്കാണ് ഇപ്പോൾ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ.